Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ NPCIയും RBയും ഒക്കെ നമ്മുടെ ഇപ്പോൾ ചാർജസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയ് 1 2025 തൊട്ട് നമുക്ക് ഇനി നമ്മുടെ ATM കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ചാർജസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫയർ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ കണ്ടുവെക്കുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മെയ് തൊട്ട് നമ്മുടെ നിങ്ങൾക്കറിയാം ATM ഉപയോഗിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ബാങ്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബാങ്ക് SBIയുടെ ബാങ്ക് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് SBIയുടെ ATM കാർഡ് ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് നമ്മുടെ SBIയുടെ ATM ത്രൂ നമുക്ക് മാസത്തിൽ 5 ട്രാൻസാക്ഷൻ നമുക്ക് ഉപയോഗിക്കാം ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചാർജ് ഉണ്ട്. നോർമലി ഇപ്പോൾ 21 രൂപയാണ്. 21 രൂപയാണ് ഇപ്പോൾ കറന്റ് അതിൻ്റെ ചാർജ് വരുന്നത്. പക്ഷെ അതിപ്പോൾ കൂട്ടിയിട്ടുണ്ട്, 2 രൂപ കൂട്ടി 23 രൂപ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ മെയ് 1 തൊട്ടിട്ടാ. അത് മാത്രമല്ല, നമുക്ക് നിങ്ങൾക്കറിയാം ഇത് വേറെ ബാങ്കിൻ്റെ അല്ലാണ്ട് വേറെ ബാങ്കിൻ്റെ ATM ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് എക്സ്ട്രാ ചാർജുകളുണ്ട്. അതും ആക്ച്വലി ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടിയും നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ATM മാക്സിമം ഇപ്പോൾ ഇതിന്ന് രക്ഷപ്പെടാൻ ആകെ ഒരു ചാൻസ് മാത്രമല്ലോ. നിങ്ങൾ അറിയായിരിക്കില്ലേ, ഇപ്പോൾ അധികം ആൾക്കാർ ATM കാർഡും അല്ലെങ്കിൽ ATM യൂസിങ് കുറവാണ്. എന്താ പറയുക, വിഡ്രോ ചെയ്യാനൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും UPI ആണല്ലോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഇവിടെ ഫുൾ ഡിജിറ്റൽ മണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചിട്ടുണ്ട്. അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇഷ്ടം പോലെ ആൾക്കാർ ATM ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ക്യാഷ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇത് സൂക്ഷിക്കാൻ മറക്കണ്ട, ചാർജ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡിജിറ്റൽ മണിയിലേക്ക് മാറിയിരിക്കും ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ബാങ്ക് ഇഷ്ടം പോലെ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇനി അവർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്. നെഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ IMPS ട്രാൻസാക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ UPI ചെയ്യാം. ഇതൊക്കെ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രീ ആണ്. പ്രത്യേകിച്ച് UPI ഒക്കെ ഫ്രീ ആണ്. IMPS കാശുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ര ഒന്നും ഇല്ല കേട്ടോ. ഈ 23 രൂപയൊന്നും ഇല്ല. പക്ഷേ നമുക്ക് UPI ആണെങ്കിൽ ഫ്രീ ആണ്. അപ്പോൾ UPI ചെയ്താലും മതിയല്ലോ. ഇഷ്ടംപോലെ എല്ലാവരും ഇപ്പോൾ ആപ്പ് ഉണ്ട് UPI. അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ബാങ്കിൻ്റെ ആപ്പിലുണ്ട് നമുക്ക് ഇപ്പോൾ UPI. അപ്പോൾ സുഖമാണ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ അതിലേക്ക് മാറിയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവരെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത കാണാം.